ചെമ്പന്നൂർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി പോലീസ് സ്റ്റേഷനിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് സച്ചിയുടെ ഫോൺ വരുന്നത്. നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ രേവതി വിഷമത്തോടെ പറയുന്നുണ്ട്, അത് സച്ചി ഏട്ടാ, ഞാനിപ്പോൾ രേവതിയുടെ സൗണ്ടിലെ മാറ്റം തിരിച്ചറിഞ്ഞ് സച്ചി ചോദിക്കുന്നുണ്ട്, നിൻ്റെ സൗണ്ടിൽ എന്താ ഒരു വിഷമം പോലെ, പിന്നെയും നിൻ്റെ പൂക്കട കോർപ്പറേഷൻകാർ കൊണ്ടുപോയോ? അന്നേരം രേവതി പറയുന്നുണ്ട്, കോർപ്പറേഷൻകാരല്ല പോലീസുകാരാണ് കൊണ്ടുപോയത്. അത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, പോലീസുകാരോ? അതെന്തിനാ അവർ നിൻ്റെ വണ്ടി കൊണ്ടുപോയത്? അന്നേരം രേവതി പറയുന്നുണ്ട്, എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല സച്ചിയേട്ടൻ, എത്രയും പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വാ. അങ്ങനെ സച്ചി സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, നോ പാർക്കിംഗ് എന്ന ഇടത്താണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത്, അതെനിക്കറിയില്ലായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോലീസുകാരോട് രേവതി എന്തോ പറഞ്ഞപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, മോള് പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഏതോ കൊള്ള സങ്കേതത്തിൽ നിന്ന് വണ്ടിയെടുത്ത് കൊണ്ടുവന്നതാണെന്ന്. എന്തൊക്കെയായാലും കോടതിയിൽ പോയി ഫൈൻ അടിച്ചിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്നുണ്ട്. സച്ചിയാണെങ്കിൽ പോലീസുകാരുടെ കൈയും കാലും ഒക്കെ പിടിക്കുന്നുണ്ട്. അവൾക്കത് അറിയത്തില്ലായിരുന്നു സാറേ, പ്ലീസാ എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഫൈൻ അടച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഒരു കാര്യവുമില്ല, കോടതിയിൽ പോയി വണ്ടി എടുക്കണമെന്നും പറഞ്ഞ് അയാൾ പോകുന്നുണ്ട്. അത് കേട്ട് രേവതി പറയുന്നുണ്ട്, എന്ത് കോടതിയിൽ പോയി വണ്ടി എടുക്കണമെന്നും, അപ്പോൾ ഇപ്പോഴൊന്നും എൻ്റെ വണ്ടി കിട്ടില്ലേ എന്നും പറഞ്ഞ് രേവതി ആകെ വിഷമിക്കുന്നുണ്ട്. ഇതോടെ പ്രൊമോ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. താങ്ക്